السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. الزبير بن العوام رضي الله تعالى عنه ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും, നിങ്ങളിലേക്ക് മുൻഗാമികളായ ആളുകൾക്കുണ്ടായിരുന്ന ചില അസുഖങ്ങൾ അത് പതിയെ കടന്നു വരുന്നതാണ്. ഏതാണ് ആ അസുഖം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അൽ ഹസദു വൽ ബഗ്ള, അത് അസൂയയാണ്, അതുപോലെ തന്നെ വിദ്വേഷം വെക്കലാണ്. എന്നിട്ട് അവിടുന്ന് തന്നെ പറഞ്ഞു, ഹിയൽ ഹാലിഖ, അത് വടിച്ചു കളയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു തഹ്ലിഖു ശഅർ, അത് മുടിയെ വടിച്ചു കളയുന്നതാണ് എന്നല്ല ഞാൻ പറയുന്നത്, വലാകിൻ തഹ്ലിഖു ദീന, പക്ഷേ അത് ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഒരാൾക്ക് അസൂയ ഉണ്ട് എങ്കിൽ, ഒരാൾക്ക് വിദ്വേഷമുണ്ട് എങ്കിൽ അയാളുടെ ദീനിനെ തന്നെ അത് ഇല്ലാതാക്കി കളയും എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് അസൂയ ഉണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്ന പണി എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരാൾക്ക് ഒരു നിഅമത്ത് കൊടുത്തു, ധനം കൊണ്ടോ അതല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കൊണ്ടോ പ്രശസ്തി കൊണ്ടോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അയാൾക്ക് ആ നിഅമത്ത് കൊടുക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ച് അള്ളാഹു നടപ്പിൽ വരുത്തിയതാണ്. നമുക്ക് ഹസദ് ഉണ്ടാവുക, നമുക്ക് അസൂയ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ആ ഖലാഇനെ, അള്ളാഹുവിന്റെ ആ ഒരു തീരുമാനത്തെ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ്? നമ്മുടെ ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയും. അതുപോലെ തന്നെ വിദ്വേഷം, ഒരാളെ നശിച്ചു കാണണം, അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കപ്പോഴാണ് അയാളോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരാളിൽ അസൂയ ഉണ്ട് എങ്കിലും അതുപോലെ തന്നെ ഒരാളിൽ വിദ്വേഷമുണ്ട് എങ്കിലും ആ രണ്ട് കാര്യങ്ങളും അവന്റെ ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയുമെന്നാണ്. എന്നിട്ടും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബു അഫലാ ഉനബ്ബിഉകും ബിമാ യുസബ്ബിതു ദാകും ലക്കും അഫ്ശുസ് സലാമ ബൈനക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ, യഥാർത്ഥമായ വിശ്വാസികളാകുന്നത് വരേക്കും എന്ത് ചെയ്യില്ല, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനീങ്ങളാവില്ല. അപ്പോൾ പരസ്പരം ഇഷ്ടമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വിദ്വേഷം ഇല്ലാതിരിക്കണം. പരസ്പരം ഇഷ്ടമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ എത്ര ഉയർന്നു പോവുകയാണെങ്കിലും നമുക്ക് അയാളോട് എന്ത് ചെയ്യില്ല, ഒരു അസൂയം തോന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയാണ്, നമ്മുടെ മാതാപിതാക്കള് അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിഅമത്ത് കിട്ടുമ്പോൾ അത് നീങ്ങിക്കാണണമെന്ന് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കും? ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം എന്താണ്? നമ്മുടെ സ്നേഹം പരിശുദ്ധമാണ്. എന്നാൽ മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനോട് ഒരു വിദ്വേഷം തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് സത്യത്തിൽ നമ്മൾ അവനോട് കാണിക്കുന്ന സ്നേഹം യഥാർത്ഥത്തിൽ എന്തല്ല? യഥാർത്ഥമായ സ്നേഹമല്ല എന്നാണ്. ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ഉനബ്ബിഉകും ബിമാ യുസബ്ബിതു ദാകും ലക്കും, അത് നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സലാമിനെ വ്യാപിപ്പിക്കണം. യഥാർത്ഥമായി ആത്മാർത്ഥമായിട്ട് നമ്മൾ സലാം പറയുകയാണ് എങ്കിൽ ഈ ഒരു അസുഖം നമ്മിൽ നിന്ന് എന്ത് ചെയ്യും? പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ ലം യതഹാസദു, ജനങ്ങൾ എല്ലായ്പ്പോഴും നന്മയിലായിരിക്കും എത്ര കാലത്തോളം? മാലം യതഹാസദു, അവർ പരസ്പരം അസൂയ വെക്കാത്ത കാലത്തോളം ജനങ്ങളെല്ലാം ഖൈറിലായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥമായ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.